പി ജയരാജൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഇവിടെ UDFനോ കോൺഗ്രസ് പാർട്ടിക്കോ രാഷ്ട്രീയ താല്പര്യമുണ്ടാകും. ആ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി രാഷ്ട്രീയ മത്സരം നടത്താം, രാഷ്ട്രീയ നയങ്ങളോടുള്ള വിമർശനം നടത്താം. പക്ഷേ മുഖ്യമന്ത്രിയെ തകർക്കാൻ കഴിയുന്നില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ കുടുംബം ഇരിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ മകളിരിക്കട്ടെ, ആ കുടുംബത്തെ തകർക്കാം. ഇങ്ങനെയാണോ നമ്മുടെ രാജ്യത്ത് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്? ഒരു തുമ്പും കിട്ടാതിരുന്നപ്പോൾ അതും കാലഹരണപ്പെട്ടു എന്ന് വന്നപ്പോഴാണ് നിയമസഭയിൽ മാത്യു കുഴൽനാടൻ ആക്ഷേപം ഉന്നയിച്ചത്. ആ പ്രശ്നങ്ങൾക്കെല്ലാം എത്ര ഭംഗിയായി വസ്തുതാപരമായി മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞു. അതിനുശേഷം എന്താ ചെയ്തത്? പരാതി കൊടുക്കുക, മാധ്യമങ്ങൾക്ക് കൊടുക്കുക. മാധ്യമങ്ങൾ ആ വിഷയം പ്രചാരബലം നടത്തുക. ഇപ്പോൾ വിജിലൻസ് കോടതി കൊടുത്തില്ലേ? എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? എന്തെങ്കിലും വസ്തുതാപരമായി എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? എത്ര ഹീനമായ കൃത്യമാണിതെല്ലാം. ഇതാണോ രാഷ്ട്രീയം? ഇതാണോ UDFൻ്റെ രാഷ്ട്രീയം, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം? ഇങ്ങനെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും കുടുംബാംഗങ്ങളെയും വ്യക്തിഹത്യ നടത്താൻ നിങ്ങൾ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെല്ലാം കോടതിയുടെ മുമ്പാകെ തകർന്നില്ലേ? കോടതി ചോദിച്ചു കുഴൽനാടനോട്. ഞാൻ ധരിച്ചു അദ്ദേഹം ഒരു വിവരമുള്ള വക്കീലാണെന്നാണ്. അദ്ദേഹം വയലാർ രവിയോടൊപ്പം കുറേ കാലം അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ പ്രവർത്തിച്ച ആളാണ്. എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? കോടതി നിരവധി വട്ടം ചോദിച്ചു, എന്താ തെളിവ്? എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? ഒന്നും തെളിവില്ലല്ലോ. ഇവിടെ നാട്ടിൽ നടത്ത പ്രസംഗം പോലെ ഒരു പ്രസംഗം കോടതിയിൽ പോയി നടത്തി. അതുവഴി വാർത്ത സൃഷ്ടിക്കലായിരുന്നില്ലേ ലക്ഷ്യം? അതുകൊണ്ട് ബോധപൂർവം നുണപ്രചാരണം നടത്തുക, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുക, ഒരു വസ്തുതയുമില്ലാതെ ആക്ഷേപം ഉന്നയിക്കുക. ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അതെല്ലാം തകർന്നടിയുമ്പോൾ വീണ്ടും എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കുക. ഇതൊന്നും ഒരു ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമല്ല. ഇതാണോ കോൺഗ്രസിൻ്റെ നിലപാട്? എനിക്ക് തോന്നുന്നു മാത്യു കുഴൽനാടൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രമാദിത്വം സ്ഥാപിച്ചെടുക്കാൻ ഞാനാണ് കേമൻ VD സതീശനേക്കാൾ എന്ന് നിയമസഭയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നേതാവാകാൻ നടത്തിയ പരിശ്രമം, അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അധരവ്യായാമം എല്ലാം തകർന്നടിഞ്ഞില്ലേ? എന്താ ഇപ്പോൾ മാത്യു കുഴൽനാടന് പറയാനുള്ളത്? അദ്ദേഹത്തോട് എന്താ തെളിവ്? എന്താ നിങ്ങളുടെ മുമ്പാകെയുള്ള തെളിവ്? എന്താ മുഖ്യമന്ത്രി ഇതിൽ ചെയ്തത്? എന്തിനാ മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിയാക്കുന്നത്? എന്തിനാ മുഖ്യമന്ത്രിയെ പ്രതിയാക്കുന്നത്? ഈ കേസിൽ എവിടെയാണ് അഴിമതി? എവിടെയാ പ്രശ്നം? എല്ലാ കാര്യങ്ങളും കോടതി ചോദിച്ചപ്പോൾ ഒരു കടലാസെങ്കിലും കൊടുക്കാനുണ്ടായോ? അവസാനം കോടതി തന്നെ പറഞ്ഞില്ലേ, ഒരു തെളിവുമില്ല, ഒരു കടലാസ് പോലും തരാനില്ല. ഒരു പരാതി എഴുതി കൊടുത്ത് കോടതിയുടെ സമയം വരെ കളയുകയല്ലേ ചെയ്തത്. ഒരു സ്ഥിരം വ്യാപാരി, ഈ കോടതി കയറി ഇറങ്ങി പിന്നെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന, വ്യവഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശല്യക്കാരനായ വ്യാപാരി, ഒരു ശല്യക്കാരനായിട്ടുള്ള കോടതിയിൽ പോയി കേസ് നടത്തി വാദിക്കാൻ നടക്കുന്ന ഈ ശല്യക്കാരനായിട്ടുള്ള ഒരാളെ മാറിയില്ലേ? ഈ നാടിന് തന്നെ അവമാനമല്ലേ? യഥാർത്ഥത്തിൽ കുഴൽനാടൻ MLA സ്ഥാനം രാജിവെക്കണം. നിയമസഭയിൽ നടത്തിയിട്ടുള്ള ഇദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളോട് മാപ്പപേക്ഷിക്കേണ്ട അവസരമാണിത്. അതുകൊണ്ട് ഇങ്ങനെ എനിക്ക് മാധ്യമങ്ങളോടാണ്, നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത്. ആ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് അധികം ആയുസ്സുണ്ടാകില്ല. തൽക്കാലത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഇരിക്കട്ടെ എന്ന് ധരിച്ച് സങ്കുചിത രാഷ്ട്രീയക്കാരുടെ പിന്നാലെ പോകുന്ന നിലപാടുകളിൽ നിന്ന് മാധ്യമങ്ങൾ മാറി ചിന്തിക്കണം. ഒരു തരിമ്പും വസ്തുതയില്ലാത്ത, സത്യമില്ലാത്ത, കെട്ടിച്ചമച്ച നുണ പ്രചരിപ്പിച്ച് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ധരിച്ച് നടത്തിയ എല്ലാം ഇവിടെ തകർന്നടിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട്
ഒരു പെൺകുട്ടിയുടെ ജീവിതം സ്വന്തമായി ഒരു വിദ്യാഭ്യാസമുള്ളവർക്ക് അധ്വാനിച്ച് ജീവിക്കാൻ പറ്റില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളായിപ്പോയി എന്നുള്ളത് കൊണ്ട് എത്രമാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്കാണ് ഈ അനുഭവമെങ്കിലോ, നിങ്ങളുടെ ഓരോ കുടുംബത്തിലുള്ളവർക്കാണ് ഈ അനുഭവമെങ്കിലോ, നമ്മളെല്ലാം ആലോചിക്കേണ്ട വിഷയമാണിത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസ്, UDF അവരുടെ നിലപാട് സംബന്ധിച്ച് പരിശോധിക്കണം. കോൺഗ്രസിൻ്റെ അറിവും സമ്മതവുമൊന്നുമില്ലാതെ വ്യക്തിപ്രഭാവം ഉയർത്തിപ്പിടിക്കാൻ, കോൺഗ്രസിൽ നേതാവാകാൻ, VD സതീശൻ്റെ മുകളിൽ അധികാരം സ്ഥാപിക്കാൻ നടത്തിയിട്ടുള്ളതാണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടി പരിശോധിച്ച് അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടതാണ്. അതുകൊണ്ട് തെറ്റായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകുന്നത് അവസാനിപ്പിക്കാൻ നിങ്ങൾ കൂടി സഹകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായൊരു പ്രസ്താവന തന്നെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്രസ്താവന നിങ്ങൾക്കൊക്കെ തരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കാമെന്നാണ് ഇപ്പോൾ ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾ പറഞ്ഞതല്ല കൊടുക്കുക, അതുകൊണ്ട് തന്നെ അതിനെ ദുർവ്യാഖ്യാനിക്കും. അതുകൊണ്ട് എന്നെപ്പോലെയുള്ള ഒരാളെ വ്യക്തിഹത്യ നടത്താൻ നിങ്ങൾക്ക് ആർക്കും ഒരു മടിയുണ്ടായിട്ടില്ലല്ലോ. ഞാൻ അതുകൊണ്ട് ഇതുപോലെ പ്രസ്താവന ഉള്ളത് എഴുതി തയ്യാറാക്കി തരാം എന്നൊരു നിലപാട് സ്വീകരിച്ചതാണ്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഇവിടെ വരുന്നത് കൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയത്. നിങ്ങളെല്ലാം അതൊന്ന് വായിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി പോരാടുക. അതാണ് എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്. എന്തിനാ വിവാദമാക്കേണ്ട കാര്യം? അത് സ്റ്റേറ്റിൻ്റെ തലവൻ, അദ്ദേഹം ഒരു നിയമലംഘനങ്ങളോ ചട്ടലംഘനങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം വളരെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ. എനിക്ക് യഥാർത്ഥം നിങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അദ്ദേഹം ഒരു കടുകിട് നിയമങ്ങളും ചട്ടങ്ങളും തെറ്റിപ്പോകില്ല. അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല. അദ്ദേഹം പോകുമ്പോൾ അത് നിയമങ്ങളും ചട്ടങ്ങളും പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോയിട്ടുള്ളത്. പിന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം, ഇങ്ങനെ പോകുന്നതിന് മുമ്പേ ഞാൻ പോവുകയാണ് എന്നോ ചണ്ടിയും കൊണ്ടി പാടണോ? വേണ്ടല്ലോ. അദ്ദേഹം തീരുമാനിക്കുന്നു, പാർട്ടി തീരുമാനിക്കുന്നു, ഗവൺമെൻറ് തീരുമാനിക്കുന്നു, കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്നു, അദ്ദേഹം പോകുന്നു. അത് പോയതിനെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെന്താ, ഞാനല്ല എത്ര ദിവസം മുമ്പേ അറിയാം, എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു കാര്യങ്ങൾ, പോകുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ സഖാവ്, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, 3ാം ഘട്ടമാണ്. ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട അത് ഞങ്ങൾ ആലോചിക്കണം. ഞങ്ങളെക്കുറിച്ച് എന്തിനാ ഒരേയൊരു മുഖ്യമന്ത്രി, ഇടതുപക്ഷത്തിന് ഒരേയൊരു മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തുന്നതിന്റെ ഔചിത്യം എന്താണ്? ഞങ്ങളെക്കുറിച്ച് എന്തിനാ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ഞങ്ങളെ കാര്യം ഞങ്ങൾ നോക്കിയാൽ പോരെ? അല്ല, ഞങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ പോകണം, എവിടെയൊക്കെ പ്രസംഗിക്കണം, ആരൊക്കെ EP ജയരാജൻ മാധ്യമങ്ങളെ കാണുകയാണ്. EP തുടരുന്നു. കേരളമല്ലല്ലോ, അതിലും ചില പ്രത്യേക രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടി ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. കേരളമല്ലല്ലോ ഇന്ത്യ, കേരളമല്ലല്ലോ കർണാടകം. ഒരുപക്ഷെ കേരളം പോലെയാണ് തമിഴ്നാടെന്ന് പറയാം. പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.